തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി പത്രങ്ങളിൽ നമുക്ക് വാർത്തകൾ വായിക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി പത്രത്താളുകൾ നിറയെ പരസ്യങ്ങളായിരുന്നു. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുടെ വൻ പരസ്യങ്ങൾ. വാർത്തകൾ വന്ന പേജുകൾ നന്നേ കുറവ്. ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പത്രസ്ഥാപനങ്ങളിലും വാർത്താ ചാനലുകളിലും എഡിറ്റർമാരുണ്ട്. എന്നാൽ അതൊരു പരസ്യമാണെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെയും സെക്കൻഡുകളുടെയും കണക്കനുസരിച്ച് പണം എണ്ണിക്കൊടുത്തു കഴിഞ്ഞാൽ എന്തും ഏതും വരും. അത് സത്യമാണോ കള്ളമാണോ എന്ന നോട്ടം ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ചാത്തൻ സേവയുടെയും മഷിനോട്ടത്തിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ ഈ ആധുനിക കാലത്തും അച്ചടിച്ചു വരുന്നത്. വീട്ടിൽ ഐശ്വര്യം വരുമെന്ന വാഗ്ദാനവുമായി ലക്ഷ്മി വിളക്കുകൾ വിൽക്കാനും രോഗശുശ്രൂഷ എന്ന പേരിൽ ആളുകളെ കബളിപ്പിക്കുവാനും ചാനലുകൾ മണിക്കൂറുകൾ തന്നെ വിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ. അതിൻ്റെയൊക്കെ പേരിൽ ആളുകൾ കബളിപ്പിക്കപ്പെട്ടാലും അവർക്ക് വലിയ പ്രശ്നം ഒന്നുമില്ല. അവിടെ പണം മാത്രമാണ് പ്രധാനം. ഏത് സത്യത്തെയും തോൽപ്പിക്കുവാൻ കെൽപ്പുള്ള പണം. എല്ലാ കാലത്തും ഇലക്ഷൻ അടുത്ത് എത്തുന്നതോടുകൂടി ഭാരതം മുഴുവനുള്ള പത്രങ്ങളിലും ചാനലുകളിലും കേന്ദ്ര സംസ്ഥാന ഭേദമന്യേ ഭരിക്കുന്നവരുടെ ഭരണ നേട്ടങ്ങൾ പരസ്യങ്ങളായി നിറയാറുണ്ട്. ഒരു പാർട്ടിയും ഇക്കാര്യത്തിൽ പിന്നിലല്ല. എന്നാൽ ഇതിനെല്ലാം കൂടി എത്ര കോടികൾ ചെലവിട്ട് കാണും എന്ന് ഒന്നൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ പണം മുഴുവൻ എവിടെ നിന്നാണ് വരുന്നത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത പാവപ്പെട്ട കർഷകരടക്കം പല രീതിയിൽ കൊടുക്കുന്ന നികുതി പണം തന്നെയാണ് ഇത്തരം പരസ്യങ്ങൾക്കായി മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുന്നത്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നത് ഓരോ സർക്കാരിൻ്റെയും കടമയാണ്. അത് എന്തിനാണ് പൊതുഖജനാവിലെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്യപ്പെടുത്തുന്നത്? ജനത്തിന് ഇതൊന്നും ചോദിക്കാനും പറയാനും അവകാശമില്ല, അധികാരമില്ല. കാരണം ജനാധിപത്യത്തിൽ ജനമാണ് രാജാക്കന്മാർ എന്ന് പറയുന്നത് എല്ലാം വെറുതെ. ആരാണോ ഭരിക്കുന്നത് അവർ തന്നെയാണ് യഥാർത്ഥ രാജാക്കന്മാർ. തിരഞ്ഞെടുപ്പ് വരെ അവർ വോട്ട് കിട്ടാനായി ജനത്ത് വണങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ അവരെ വണങ്ങിക്കൊണ്ടേയിരിക്കും. കവി റഫീഖ് അഹമ്മദ് ഈയിടെ വരച്ചൊരു കാർട്ടൂണിൽ പറയുന്നത് പോലെ ഇനി കുറച്ചുനാൾ നമ്മുടെ മതിലുകളും ഇടവഴികളും പെരുവഴികളും പുഞ്ചിരി കൊണ്ടും വിനയം കൊണ്ടും നിറഞ്ഞ കവിയും എന്ന്. എന്നാലും നമുക്ക് ആശ്വസിക്കാം. ഒരു ദിവസം രാജാവിൻ്റെ ചെങ്കോലിലും കിരീടത്തിലും ഒന്ന് തൊടാൻ നമുക്ക് അധികാരമുണ്ടല്ലോ. തിരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ പൗരനും ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശം തന്നെയാണ് വോട്ട്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സമ്മർദ്ദങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ വഴങ്ങാതെ ബുദ്ധിപരമായി അത് ഉപയോഗിക്കുവാൻ നാം ഓരോരുത്തരും പ്രാപ്തരാവണം. കാരണം ഇനിയുമൊരിക്കൽ ഒരേ ഒരു ദിവസമെങ്കിലും രാജാവ് ആകുവാനുള്ള അവസരത്തിനായി നമ്മൾ ഒരു 5 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം.